സുഹൃത്തുക്കളെ, ഇന്ന് ആഗസ്റ്റ് 1. 2 ദിവസം മുമ്പ് വയനാട്ടിൽ മുണ്ടക്കയിൽ ഉരുളുപൊട്ടി. അത് ചൂരൽമലയിൽ വന്നു. മുണ്ടക്കയും ചൂരൽമലയും മൊത്തം 2 വാർഡുകളും മൊത്തം തകർന്നു. 300ഓളം മനുഷ്യരുടെ ബോഡി റിക്കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 200ഓളം ആളുകൾ കാണാമറയത്തുണ്ട്, അതായത് കാണാതായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ നഷ്ടമുണ്ട്. ഭവനരഹിതരായി, ഒന്നുമില്ല. ചുമ്മാ എന്താ പറയുക, ശൂന്യം. ഇത് നമ്മൾ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? നമ്മുടെ മലയാളികളുടെ മൊത്തം തീരാദുഃഖമായി മാറിയിട്ടുള്ള ഈ സംഭവം. ഇതിനു മുമ്പ് ഉരുള് കേരളത്തിൽ പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്ര വലിയൊരു എഫക്റ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ കഴിഞ്ഞ 75 വർഷത്തിനുള്ളിൽ, 100 വർഷത്തിനുള്ളിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു കലാമിറ്റി. ഇതൊരു മാൻമെയ്ഡ് കലാമിറ്റിയാണോ? ഇതിൻ്റെ ആഘാതം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പലർക്കും പല സംശയങ്ങളുണ്ട്, പല നിഗമനങ്ങളുമുണ്ട്, പല അഭിപ്രായങ്ങളും ഉരുത്തിരിഞ്ഞു കണ്ടു. കസ്തൂരി രംഗൻ റിപ്പോർട്ട് തിരിച്ചു വരണം, മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് തിരിച്ചു വരണം. അവർ റിപ്പോർട്ടനുസരിച്ചുള്ള എക്സിക്യൂഷൻ വേണം, നടപടിക്രമങ്ങൾ വേണം. അതനുസരിച്ച് വേണം ഇനി മുന്നോട്ടുള്ള യാത്ര. നമ്മുടെ ഈ മഴക്കാലത്തും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മളെടുക്കേണ്ട പ്രിക്കോഷൻസ് അതനുസരിച്ചിട്ട് വേണം, നടപടിക്രമങ്ങൾ വേണം, നിയമങ്ങൾ വേണമെന്നൊക്കെ പലരും പറഞ്ഞു കേട്ടു. പക്ഷേ ഇതിൽ നമ്മൾ അറിയേണ്ട കുറേ വസ്തുതകളുണ്ട്. നമ്മൾ ഈ മഴക്കാലത്ത് പ്രത്യേകിച്ച് അറിയേണ്ട വസ്തുതകളുണ്ട്. എന്താണ് ഉരുൾപൊട്ടലെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യം പറയും. 60 സെൻറ്റിമീറ്ററിൽ കൂടുതൽ, അതായത് 600 മില്ലിമീറ്റർ, 60 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ വന്നാൽ, അതായത് 550 പുറത്ത് മഴ വന്നിട്ടുണ്ടെങ്കിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. അത് 48 മണിക്കൂറിൽ അത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടാനും, മലയിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത വർദ്ധിക്കും. മലയിൽ അങ്ങനെ ഉരുൾപൊട്ടലെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ജനവാസ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാറില്ല. കാരണം ഒഴുകി വരുന്ന വെള്ളത്തിൽ, മഴ പെയ്ത വെള്ളത്തിന് ഒഴുകി പോകാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. നേരെ മറിച്ച് മലയിലാവുന്ന സമയത്ത്, മലയിൽ ഓൾറെഡി ചരിഞ്ഞ് 20 ഡിഗ്രിയുടെ മുകളിൽ ചരിവാണ് മിക്കവാറും മലകൾ. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുഴികളും ഗർത്തങ്ങളും ഉണ്ടാവും. മുകളിൽ മലയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ പ്രത്യേകിച്ച് കൂടുതലും മണ്ണ് കൂടുതലാണ്. മണ്ണ് കൂടിയിട്ട് അതിൻ്റെ അടിയിൽ ഉരുളക്കല്ലുകളും പാറകളുമാണ് വയനാട്ടിലെ ഭൂപ്രകൃതി. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മണ്ണിലേക്ക് മഴ പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു പരിധിയിൽ കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി ഈ മഴവെള്ളത്തിനെ അബ്സോർബ് ചെയ്യാത്ത അവസ്ഥ വരും. അത് ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ പ്രഷർ കൂടി ഒരുമിച്ച് ഒരു വലിയ കണ്ടൻ്റായിട്ട് മാറും. അതായത് ഒരു വലിയ പ്രദേശത്ത് ഒരുമിച്ച് ഒരു കണ്ടൻ്റായിട്ട് മാറും. പ്രഷർ കൂടി കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി വെള്ളം പുറത്തേക്ക് ചാടും. പുറത്തേക്ക് ചാടുന്ന സമയത്തുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ചാടി വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു ചരിവായിരിക്കും. മിക്കവാറും മല അറിയാലോ, അത് ചരിവായിരിക്കും. ഈ ചരിവ് എന്ന ഭാഗത്ത് ആദ്യം വരുന്ന എക്സ്പ്ലോഷൻ, ആദ്യം വരുന്ന പ്രകമ്പനവും, ആദ്യം വരുന്ന ഈ വെള്ളത്തിൻ്റെയും കല്ലിൻ്റെയും തള്ളിച്ച, പിന്നെ താഴേക്ക് വരുന്തോറും അതിൻ്റെ 10, 20, 100 ഇരട്ടി, 1000 ഇരട്ടിയിലേക്കായിരിക്കും അവസാനം അവതരിക്കുന്നത്. ഇവിടെ മുണ്ടക്കയിൽ 2 കിലോമീറ്റർ അകലെ, മുണ്ടക്കൈക്ക് മുകളിലാണ് പ്രഭവസ്ഥാനം, അത് 2 കിലോമീറ്റർ അകലെയാണ്. അതിനുശേഷം ഒരു 2-2.5 കിലോമീറ്ററുള്ള അകലെയാണ് ഈ ചൂരൽമല എന്ന് പറഞ്ഞ പ്രദേശം. അപ്പോൾ ഏകദേശം പ്രഭവസ്ഥാനത്ത് 4 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റ് വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു. മുണ്ടക്കയിൽ 2 കിലോമീറ്റർ അകലെ, പിന്നെ 2 കിലോമീറ്റർ അകലെ ചൂരൽമല എന്ന് പറഞ്ഞ പ്രദേശം. അപ്പോൾ 4 കിലോമീറ്റർ അകലെ. അപ്പോൾ ഈ 4 കിലോമീറ്റർ അകലെ ഉള്ള ഒരു മലയുടെ 4 കിലോമീറ്റർ അകലെ പോയിട്ട് താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ അല്ല, അപ്പോൾ 4 കിലോമീറ്റർ സേഫ് അല്ല. വീണ്ടും 10 കിലോമീറ്റർ അകലെ പോയി താമസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ താമസിക്കാൻ ഒരു സ്ഥലം കിട്ടില്ല, പ്രത്യേകിച്ച് വയനാട്ടിൽ. ഇതേപോലെ ഈ പറഞ്ഞ മാതിരിയുള്ള ഒരു കുറഞ്ഞത് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ വയനാട് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ ഒരു 7-8 പ്രാവശ്യം പോയിട്ടുള്ള വേറൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കാര്യം കൊണ്ട് 100 മലയെങ്കിലും ഉണ്ട് ഇതേ എഫക്റ്റുള്ള മലകൾ. അതിൻ്റെ ഏകദേശം ഒരു 2 കിലോമീറ്റർ താഴേക്ക് ആളുകൾ താമസിക്കുന്നുണ്ട്, അതിന് വിട്ടും താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വയനാട്ടിലെ ഒരു സ്ഥിതിവിശേഷമാണ്. വയനാട്ടിൽ മാത്രമല്ല, മൂന്നാറിലെ, പത്തനംതിട്ടയിലെ, കണ്ണൂരിലെ, കുടിയാമലയിലെ പല സ്ഥലത്തും ഏകദേശം കേരള ജനസംഖ്യയുടെ 20% വരുന്ന ആളുകളും താമസിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവരോടൊക്കെ ഒഴിവായി പോകാൻ പറയട്ടെ. കേരള ജനസംഖ്യ 3.5 കോടിയോളം ജനസംഖ്യ ഉണ്ടെങ്കിൽ അതിൽ 20% എന്ന് പറഞ്ഞാൽ 70 ലക്ഷം ആളുകൾ എവിടെ പോയി താമസിക്കും? അപ്പോൾ നമുക്ക് എടുക്കാവുന്നത് പ്രിക്കോഷനാണ്. പ്രിക്കോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ അടുപ്പിച്ച് കൂടുതൽ ഇതേപോലെ 60 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആരാണ് ശരിക്കും വില്ലൻ? മഴയാണ് വില്ലൻ. മഴ എന്തുകൊണ്ടുണ്ടാവുന്നു അതും നമ്മൾ ആലോചിക്കേണ്ട കാര്യം. മഴ ഉണ്ടാകുന്നത് ആഗോളതാപനം കൂടി. ഈ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ആഗോളതാപനം കൂടി. ഈ ആഗോളതാപനം കൂടാനായിട്ട് മലയിലും വയനാട്ടിലും മൂന്നാറിലും പത്തനംതിട്ടയിലും താമസിക്കുന്ന ആളുകളാണോ, മലയിൽ താമസിക്കുന്ന ആളുകളാണോ കാര്യങ്ങൾ? ഒരിക്കലുമല്ല. ഈ ലോകത്തിൽ മൊത്തം എല്ലാവർക്കും അതിന് പങ്കുണ്ട്. മറ്റേ ടൗണിൽ താമസിക്കുന്നവർക്കും പങ്കുണ്ട്, എല്ലാവർക്കും പങ്കുണ്ട്. അപ്പോൾ ആഗോളതാപനം എന്ന് കൂടി കഴിഞ്ഞപ്പോൾ മഴ കൂടി. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത്, ഈ മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ ചൂരൽമല ഭാഗത്തും ഒരു ക്വാറി പോലും ഇല്ല. വയനാട്ടിലും പല സ്ഥലത്തും ക്വാറികളില്ല.
അപ്പോൾ അതുകൊണ്ട് ക്വാറി ഒന്നുകൊണ്ടോ കാറിങ് ഓപ്പറേഷൻ കൊണ്ടെന്ന് പറയാൻ പറ്റും, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊരു കാരണം ഉണ്ടാകുമായിരിക്കും, ചെറിയൊരു കാരണം ഉണ്ടായിരിക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2-3% വരുന്ന കാരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ മഴക്കാലത്ത് വരുന്ന ഇത്രയും വലിയ അതികഠിന മഴയാണ് ഇതിൻ്റെ വില്ലൻ. അപ്പോൾ ഇതിൽ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ ഉരുൾ പൊട്ടുന്നത് വനപ്രദേശത്താണ്. ആ വനപ്രദേശത്ത് നിന്ന് 4-5 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എഫക്റ്റും വരുന്നത്. അപ്പോൾ മനുഷ്യന് മാറി താമസിക്കാനായിട്ട് ഇടവില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞു കേരളത്തിന് മുന്നറിയിപ്പ് കൊടുത്തെന്ന് പറഞ്ഞു. വളരെ നല്ല കാര്യം തന്നെ മുന്നറിയിപ്പ്. എവിടെ പൊട്ടെന്ന് പറഞ്ഞിട്ട് ഉരുൾ പൊട്ടെന്ന് പറഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുക്കാൻ പറ്റുക? ഇങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടെന്ന് മുന്നറിയിപ്പ് കൊടുക്കാം. അതിനിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഴക്കാലത്ത് ഇതേപോലെ ഇത്ര വലിയ ഹെവി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മലയിൽ ഉരുൾ പൊട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പറയാവുന്നൊരു കാര്യം മാത്രമാണ്. പക്ഷേ അത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കണം. ഈ പർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്നു പറഞ്ഞാൽ അത് ഒരാൾക്ക് സാധിക്കില്ല. ഇന്ന സ്ഥലത്ത് പൊട്ടുന്നു, എനിക്ക് തോന്നുന്നില്ല ഒരു സയൻറ്റിഫിക്കായിട്ട് ഇന്ന ദിവസം പൊട്ടുന്നു, ഇത്ര സമയത്ത് പൊട്ടുന്നു പറയാനായിട്ടുള്ള ഒരു സയൻറ്റിഫിക് വശങ്ങൾ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഓർക്കേണ്ട സമയത്ത് നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുൾ പൊട്ടുന്ന എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഈ അതികഠിന മഴയും ആ മഴയ്ക്ക് കഠിനമായിട്ടുള്ള ആഗോള താപനമാണ്. അപ്പോൾ പരസ്പരം പഴിചാരാതെ മറ്റൊരാറാതെ അതിലേറ്റവും വലിയ സങ്കടം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മരിച്ച മനുഷ്യർ അവിടെ ജീവിച്ചിരുന്ന 8,000-10,000 വന്ന ആളുകളുടെ പുറത്തേക്ക് അവരെന്തിനാ അവിടെ താമസിച്ചതെന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട്. വിഷമം പറഞ്ഞു തോന്നുന്നത്. കാരണം അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ ആ പാവപ്പെട്ട മനുഷ്യരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സപ്പോർട്ടെന്ന് പറയുന്നത്. കാരണം അത് ഈ മുണ്ടക്കയിലും ചൂരൽമലയുടെയും വയനാട്ടിലെ മൊത്തം സ്ഥിതിയല്ല, കേരളത്തിലെ മൊത്തം സ്ഥിതിയാണ്. മലയിലും മൂന്നാറിലും പത്തനംതിട്ടയിലും ഒരുപാട് ആളുകൾ, കേരള ജനസംഖ്യയുടെ 20% ആളുകൾ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്നും ആരും പഴിചാരാൻ ശ്രമിക്കുകയും വേണ്ട. അത് ഒരു കാരണവശാലും ഒരു മലയാളിക്ക് എന്നുള്ള ഒരു മനുഷ്യന് ചേർന്ന കാര്യമല്ല. അതിൻ്റെ കാരണങ്ങൾ ഇതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഈ ഇത്ര വലിയൊരു വിപത്ത് വന്നതിൽ ആത്മാർത്ഥമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.